ഇവൾക്കെന്നെ ഒരു കൊള്ളലക്ഷണം. മാനവ് ഇറങ്ങിയോ? ഞാൻ വന്നപ്പോൾ മാനവ് കുളിക്കാൻ തോന്നിയതാ. ഞാനൊരു വെയിറ്റ് ചെയ്ത്. ഞാനിവിടെ നിന്ന് ബോറടിച്ചു. ഇനി ഒന്ന് പുറത്ത് കൊണ്ടാക്കാവോ? മാനവൻ്റെ ബോഡി ഗാർഡല്ലേ, പിന്നെ കുഴപ്പമില്ലല്ലോ. കുരിശ് എൻ്റെ ദൈവമേ. പ്ലീസ്, പറ്റില്ലെന്ന് മാത്രം പറയരുത്. വേറെ ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു വരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. സാറന്മാരൊക്കെ അറിയുന്നതിന് മുമ്പ് വേഗം വരണം. പോയി ഒരുങ്ങിയിട്ട് വാ. എഴുന്നേറ്റ് രാജകുമാരി, പോയി റെഡിയായിട്ട് വാ. നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടേക്കാ? ഹണിമൂണിന്. എന്തേ, മുൻകൂട്ടി അറിയിച്ചാലേ ഒരുങ്ങി വരത്തുള്ളൂ. പോയി റെഡിയായിട്ട് വാ. ഒരു സ്ഥലം വരെ പോകണം, അത്ര നീ പറഞ്ഞാൽ മതി. എന്ത് പറ്റി മാനവ്? ഒരു ടെൻഷനുള്ള പോലെ. അവിടെ അനിയത്തി ഒറ്റയ്ക്കാവുന്ന ഓർത്തിട്ടാണോ? എന്താ ജെസിമേട ഈ പറയുന്നത്? അനിയത്തിയോ? ആരുടെ അനിയത്തി? എന്താ മാനവ് ഒന്നും അറിയാത്ത പോലെ? ഞാൻ മഹിതയുടെ കാര്യം പറയുന്നത്. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും വന്ന് എനിക്കറിയാം. എങ്ങനെ, മഹിത പറഞ്ഞോ? മഹിതയോ? ഇല്ല, ഈ കാര്യം എനിക്കറിയാമെന്ന് അവൾക്കറിയത്തില്ല. തൻ്റെ ഒരു അനിയൻ ഇവിടെയല്ലേ ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്തത്. അവൻ്റെ ഫോണിൽ താൻ വിളിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ സ്ക്രീനിൽ തെറിഞ്ഞ ഫോട്ടോ. താൻ എന്തോ ഹോസ്പിറ്റലിൽ പൈസ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചില്ലേ ഒരു ദിവസം രാത്രി? തനിക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു രാത്രിയാണ്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അവനെ അങ്ങനെ പിടിച്ചിടണമെങ്കിൽ അവൻ ഒറ്റക്ക് മാത്രമല്ല വേറെ ഏതോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. താൻ പറഞ്ഞ ശരിയാ. ചുമ്മാ ഒറ്റക്കൊടുത്തതിന് അവനെ കൊണ്ട് പൂട്ടിയിട്ട് ദ്രോഹിക്കാൻ എൻ്റെ അഭിഹരിച്ചതിന് വാട്ടൊന്നുമില്ല. അവൻ തെറ്റ് ചെയ്തു, ഒരു പെണ്ണിനും പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. അവൻ എന്നെ വേറൊരുത്തർ കൂട്ടിക്കൊടുക്കാൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അവനും എന്നെ. നോ നോ ജെസി, അവനങ്ങനെ ചെയ്യാൻ കഴിയില്ല. തനിക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അത് മാനവൻ്റെ ഇഷ്ടം. വാ, മനുഷ്യനിലേക്ക് പോകാം. എനിക്കൊരു കാര്യം കൂടി അറിയണം. ഇത്ര നാളും പറയാതിരുന്ന കാര്യം എന്തിനാ പെട്ടെന്ന് ഇപ്പം എന്നോട് പറഞ്ഞത്? ഞാൻ ഇത്രനാളും ഇത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ അഭിഹരിച്ചായൻ ഇതറിഞ്ഞു. ചിലപ്പം ഇന്നൊരു ദിവസം കൂടെ ഉള്ളു മഹിക്ക് ആയുസ്. അതാ ഞാൻ തന്നെ ഇതിപ്പോൾ അറിയിച്ചത്. ഇന്നൊരു ദിവസം കൂടെ ആയുസോ? ഞാൻ മഹിതയ്ക്ക് വാക്ക് കൊടുത്തതായിരുന്നു അവർ രണ്ടുപേരും ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത് മനസ്സിലായി, അത് നടക്കില്ലെന്ന്. മാനവ്, അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവനെ അനുഭവിക്കണം. എൻ്റെ സ്ഥാനത്ത് മഹിതയാണെങ്കിൽ താനും ഇതല്ലേ ചെയ്യത്തുള്ളൂ. അതുതന്നെ എൻ്റെ ഈ ചയനം ചെയ്തത്. വാ, പോകാം. എന്താ ഇവിടെ ആൾതാമസം പോലില്ലെന്ന് തോന്നല്ലോ. ആര് പറഞ്ഞു? നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെയാണ് താമസിക്കുന്നത്. അവനെ കാണിക്കാൻ കൊണ്ടുവന്നാ. എനിക്ക് വേണ്ടപ്പെട്ടതോ? ആരാ? അതെ, നിനക്ക് തന്നെ. ഇന്ന് കഴിഞ്ഞ് അവൻ ഈ ഭൂമിയെ കാണത്തില്ല. അതുകൊണ്ട് അവസാനമായിട്ട് നീ ഒന്ന് കണ്ടോ? ഞാൻ പറഞ്ഞു തരുന്നില്ല. അതിന് മുമ്പ് ഓടിപ്പോകാതെ. നീ എന്ത് പറഞ്ഞാല് ഇന്ന് ഇവനെ ഞാൻ കൊല്ലുക. അയ്യോ, ഒന്നും ചെയ്യല്ലേ എൻ്റെ ചേട്ടാ. ഞാൻ നീ പറയുന്ന എന്ത് ഞാൻ കേൾക്കാം. നിനക്ക് എൻ്റെ കൂടെ കിടക്കണം എന്നല്ലേ പറഞ്ഞ, അത് ഞാൻ ചെയ്യും. പ്ലീസ്. നിർത്തടി. നീ എന്നാ കരുതിയത്? ഞാനത്ര മുട്ടി നിൽക്കുവാന്നോ? അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിന്നെ കൊണ്ടുവന്ന ദിവസം തന്നെ ആകാരുന്നല്ലോ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരില്ല. ഞാൻ എൻ്റെ ഏട്ടനെ കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. പ്ലീസ്. നീ കൊണ്ടുപോകണ്ട, ഞാനായിട്ട് അവനെ പറഞ്ഞയച്ചേക്കാം. ഏട്ടാ, ഉറങ്ങിക്കോ സമാധാനമായിട്ട്. നിനക്കിനി അവൻ വേണ്ട, ഞാൻ മാത്രം മതി മഹിത നിന്റെ ജീവിതത്തിൽ. അഭിഷേക്, നീ എന്ത് പറഞ്ഞാൽ എനിക്ക് ഈ കാര്യത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവളുടെ മുമ്പിൽ ഇപ്പോൾ അവളുടെ ജ്യേഷ്ഠനെ കൊന്ന ആളാണ് നീ. നിന്റെ ഫൈനൽ ഓപ്ഷൻ മഹിതയാണെങ്കിൽ അവൾ എങ്ങനെ നിന്നെ സ്നേഹിക്കും? നീ അത് പറ. ഇനി ഈ കാര്യത്തെക്കുറിച്ചൊരു സംസാരം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവളെ ഇവിടെ കൊണ്ടുവരാൻ അറിയാമെങ്കിൽ എനിക്ക് കൂടെ പൊറപ്പിക്കാനും അറിയാം. എനിക്ക് തോന്നിയിട്ടില്ല ഇത് കൂടിപ്പോയെന്ന്. എന്തായാലും അറിഞ്ഞിരിക്കട്ടെ കുറച്ചൊക്കെ. മുഴുവനും അവൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ. എടാ കൊച്ചനെ, അങ്ങനെയാണോടാ അവൻ പറഞ്ഞത്? എടാ, അവളുടെ കണ്ണിൽ ഇപ്പം നീ അവളുടെ ചേട്ടനെ കൊന്ന ആളായതുകൊണ്ട് നിന്നോട് സ്നേഹം തോന്നില്ല.
ഈ ആയുസ്സിൽ അവൾക്ക്. അതാണ് അവൻ പറഞ്ഞത്. അപ്പനിപ്പോൾ ഒരു ലോഡ് പ്രസംഗം കഴിഞ്ഞ് പോയതേ ഉള്ളൂ. അന്നേരം ഇവൻ തുടങ്ങി. നീ അളയാപ്പനും കൂടെ തുടങ്ങാതെ. ഞാൻ നോക്കിക്കോളാം എന്താണേലും. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് മഹിത മതി. ഇതെന്താ എല്ലാവരും ഇവിടെ ഉണ്ടോ? പിന്നെ അഭിഷേല് മഹിതയാണെങ്കിൽ കണ്ണ് തുറന്നു. ബിപിന് ഷൂട്ടായതിൻ്റെ നീ ചെല്ല്. നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മുമ്പിൽ വെച്ച ഏട്ടാ. മഹിതേ, നീ കരുത്, റിലാക്സ്. മാനവ്, പുറത്ത് പോ. ഇതെൻ്റെ എൻ്റെ ഭാര്യയുടെയും ബെഡ്റൂമാണ്. നിന്നോട് പറഞ്ഞത് മനസ്സിലായില്ലേ? പുറത്ത് പോ. ഇന്ന് രാവിലെ ഗോഡൗണിൽ വെച്ച് പല ഓഫറും തന്നല്ലോ. ഞാനാണെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ. എനിക്കാണെങ്കിൽ ഡബിൾ ഓക്കെയാ. നീ എന്തായാലും എൻ്റെ കൂടെ കിടക്കാമെന്ന് പറഞ്ഞതല്ലേ. അപ്പം എങ്ങനെയാ കാര്യങ്ങൾ? ഇന്ന് നൈറ്റത്തേന് ഓക്കെ ആണോ? എന്നാലേ എനിക്കിപ്പോൾ ഒരു മൂഡില്ലടി. നമുക്ക് വേറൊരു ദിവസം നോക്കാമല്ലേ? നീ ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് കഴിക്കാൻ വാ നീ. എനിക്ക് വേണ്ട. ഡി മഹിതേ, ഞാൻ നിനക്ക് വേണോ വേണ്ടയോ എന്നല്ല ചോദിച്ചത്, വന്ന് കഴിക്കാനാണ് പറഞ്ഞത്. അതനുസരിച്ച് വേണം. വാ. ഓക്കെ, ഷുവർ, ഞാൻ വിളിച്ചേക്കാം. എടാ, നീ അറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആക്സിഡൻറ്റിൽ മഹി കൊല്ലപ്പെട്ടെന്ന്. ഞാനും അതത്ര വിശ്വസിച്ചില്ല. ഞാൻ അതുകൊണ്ടിപ്പോൾ പോലീസിനെ വിളിച്ച് ചോദിക്കുമായിരുന്നു. സംഗതി അവനെ ഷൂട്ട് ചെയ്തതാ, എന്നിട്ട് ആക്സിഡൻ്റ് ആക്കി വരുത്തി തീർത്തു. അല്ല, എനിക്ക് മനസ്സിലാവാത്ത അഭിഹയിൽ എന്തിനാ മഹീനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതെന്നാ? അവനെ ഒറ്റിക്കൊടുത്തു. അതിനെ കൊല്ലേണ്ടതുണ്ടോ? അതോ ഇനി നമുക്കറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും നമ്മൾ കരുതിയിരിക്കണം. അത് നീ പറഞ്ഞത് ശരിയാ. പെട്ടെന്നൊരു അറ്റാക്ക് അവൻ്റെ നേരെ ഇനി വേണ്ട. കുറച്ച് ഗ്യാപ്പിട്ട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനം. അതിൽ പാളിപ്പോയാൽ നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. എന്തായാലും നോക്കാം, ഞാൻ അന്വേഷിച്ച്. എടാ, നമ്മുടെ അബിക്കാണെങ്കിൽ നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ്, ഒരു അഡ്വക്കേറ്റാണ്. ആൾ നല്ല മിടുക്കനാണ്. എന്നാ ചെയ്യേണ്ടത്? അത് നീ അവനോടാണ് ചോദിക്കുന്നത്. പോയി ആദ്യം അബിയോട് ചോദിക്കേ, അവൾ ഒരു വിവാഹത്തിന് റെഡിയാണോന്ന്. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി. അതപ്പം പറഞ്ഞു ശരിയാ മമ്മി. അവളോട് വേണ്ട ആദ്യം ചോദിക്കാം. അവൾക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കിതുമായിട്ടൊന്ന് ഫോർവേഡ് ചെയ്തൊന്ന് പോകാം. മഹിതയ്ക്ക് നിന്നോടുള്ള അപ്രോച്ചിന് ഒരു മാറ്റം വന്നിട്ടില്ലല്ലേ? ഇത് മാസം കഴിയും തോറും കൂടുതൽ വഷളാവുകയാണല്ലോ. എങ്ങനെ വഷളാവാതിരിക്കും? ഞാൻ ഇവനോട് നേരത്തെ പറഞ്ഞതാ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്തിക്കേ. സ്നേഹം കൊണ്ട് മാറാത്ത ഒരു മുറിവ് പോലുമില്ല. അത് മഹിതയാ. അവളുടെ മനസ്സ് എനിക്കറിയാം. അവളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ എങ്ങനെ കൊല്ലണമെന്നായിരിക്കും. ഇന്നും ഇവള് സോഫയിലാണോ? എൻ്റെ ദൈവമേ, ഇതിന് സമയം കൊടുക്കും തോറും ഇതാകുന്ന പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. എൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിക്കാൻ സമയമായി. അല്ലെങ്കിൽ ഈ ആണ്ടിലൊന്നും ഞങ്ങളൊന്നിക്കത്തില്ല. മാഡം, ഈ സമയത്ത് ബുദ്ധിമുട്ടി ക്ഷമിക്കണം. എനിക്ക് മാഡത്തിനോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. ഞാനാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. മന അവിടെ വെയിറ്റ് ചെയ്യാം. പ്ലീസ്, അത്യാവശ്യം, അതുകൊണ്ട് പറ്റിക്കരുത്. ഞാൻ വെയിറ്റ് ചെയ്യും. എന്താ മന, തനിക്ക് എന്താ പറയാനുള്ളത്? മാഡം, അത് പിന്നെ നാളെ എനിക്ക് ലീവ് വേണമായിരുന്നു. ലീവോ? താൻ എവിടെ പോവാ? ഞാൻ മാത്രമല്ല, മഹിതയുണ്ട്. അവൻ്റെ പേരിൽ ബലിയിടാൻ വേണ്ടി പോവാ. അതാ. ഓ, ഇച്ചായന് നാളെ രാവിലെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് പറയാതെ രണ്ടുപേർക്കും പോകാനായിരിക്കുമല്ലേ? എന്തായാലും ചെല്ല്. പിന്നെ മാനവ്, താൻ കൂടുതൽ പ്രതീക്ഷ വെക്കണ്ട. ഇച്ചായൻ എങ്ങാനും അറിഞ്ഞാൽ അത് അവളുടെ കൂടെ പോകാൻ നടക്കത്തില്ല. അറിഞ്ഞാലല്ലേ? അറിയാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കിക്കോളാം. പിന്നെ ഇന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞു, ഇനിയും ഞാൻ അവളുമായി പോകുമ്പോൾ ഞാൻ ആരോടും പറയത്തില്ല. എന്തായാലും അഭിഹേലുമായിട്ട് നല്ലൊരു വൈവാഹിക ജീവിതമല്ല അവൾക്കുള്ളത്. താനീ നടക്കാത്ത കാര്യം എന്നോട് പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട മാനവ്. ശരി, താൻ പോയി ചെല്ല്. നാളെ ലീവ് എടുത്തോ. എന്തായാലും അവർ രണ്ടുപേരും കൂടെ ദൂരെ മീറ്റിങ്ങിന് പോയത് നന്നായി. അല്ലെങ്കിൽ നമുക്കിതുപോലെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. നീ ഓക്കെ ആണോ? ഞാൻ ഓക്കെ ആയിട്ട് ഏട്ടന് തോന്നുന്നുണ്ടോ? മഹിത, നീ എന്ത് കരുതിയാലും കുഴപ്പമില്ല. ഞാൻ സീരിയസ് ആയിട്ട് നിന്നോടൊരു കാര്യം പറയട്ടെ.
നീ അബിഹേലുമായിട്ടുള്ള ഒരു ലൈഫിന് നിനക്കൊരു ചാൻസ് കൊടുത്തുകൂടെ? ഏട്ടൻ എങ്ങനെയാട്ടെ എന്നോട് ഇത് പറയാൻ തോന്നുന്നത്? എൻ്റെ മുമ്പിൽ വെച്ച് ഷൂട്ട് ചെയ്തത്. മഹിത, നീ കരയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. പിന്നെ നീ അറിയാത്ത പല കാര്യങ്ങളും നിന്റെ ചുറ്റും നടക്കുന്നുണ്ട്. അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഏട്ടനിത് എന്താ ഈ പറയുന്നത്? മഹിത, ഒരു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഇന്ന് പഠിപ്പിക്കാൻ ഞാൻ അബിഹേൽ, പ്ലീസ്, എന്തായാലും ഞാൻ അവളെ കൊണ്ട് തിരിച്ചു വരും. അവളെ വിട്ട്. മാനവ്, നീയോ ഇവളോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നോട് പറയാതുള്ള ഈ പോക്ക് അത് വേണ്ട. ഇവളെ ഞാൻ വിടത്തില്ല. വാടി, വണ്ടി കയറ്. കരഞ്ഞോടെ നിൽക്കുന്നത് നടക്കും മഹിത. നീ എന്താ നേരത്തെ രാവിലെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയതല്ലേ? എന്തിനാ മോള് കരയുന്ന? എന്താടാ, ഇന്ന് മീറ്റിംഗ് ഇല്ലായിരുന്നോ? എന്നെ നീ ഒന്നും മിണ്ടാത്ത? അപ്പം അതാണെങ്കിൽ പിന്നെ എയർപോർട്ടിൽ എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഫ്ലൈറ്റ് റദ്ദാക്കി. അതുകൊണ്ട് അവർക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തായിരുന്നു. ഇത്ര നേരം മഹിത എന്തെന്ന് ചോദിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു. എന്തായാലും നീ വന്നല്ലോ. ഇതെന്തിനാ മഹിത കരയുന്ന? എന്തായാലും ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. മഹിത കരയോ ചിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. നടക്ക്. നിനക്കെന്നടി എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത ആ പുല്ലിൻ്റെ ഒരു കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കരുത്. കാരണം നീ അബിഹേലിൻ്റെ ഭാര്യയാണ്, അതും അവന് വേണ്ടിയിട്ട്. എങ്ങനെ തോന്നി നിനക്ക്? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്നെ ഇഷ്ടമില്ലാതെ എൻ്റെ സമ്മതം കൂടാണ്ട് എന്നെ ഭാര്യയാക്കിയതല്ലേ? എൻ്റെ ഏട്ടൻ്റെ ആത്മാവിനെങ്കിലും കുറച്ച് ശാന്തി കിട്ടിക്കൊണ്ടേ. അവൻ്റെ ആത്മാവിന് നീ അങ്ങനെ കുറേ ശാന്തി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ്ട. അവനല്ലേ ശാന്തി അർഹിക്കുന്നത്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഏട്ടൻ എന്ത് തെറ്റാ ചെയ്തത്? അതെനിക്ക് അറിയണം. അറിയിക്കാം, ഞാൻ പറഞ്ഞു തരാം. ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആ പന്നയുടെ പുന്നാര പെങ്ങളല്ലേ നീ? എടി, എൻ്റെ പെങ്ങളെ അവൻ കൂട്ടിക്കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അവനും അവളെ പറയാൻ തന്നെ അർപ്പുണ്ട് നിന്നോട്. അവൻ ചെയ്ത കാര്യങ്ങൾ നിന്നെയൊക്കെ ഞാൻ കൊല്ലുക വേണ്ടത്. നോ, നെവർ. ഒരിക്കലും എൻ്റെ ഏട്ടൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ കള്ളം പറയുക. ശരി, ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് വിശ്വാസക്കുറവ് വരുന്നത്. പോയി നിന്റെ യഥാർത്ഥ ഏട്ടനായ മാനവനോട് ചോദിക്കുക, അവൻ പറഞ്ഞു തരും. മാനവൻ്റെ ഏട്ടനാണ് നിങ്ങൾക്ക് നേരത്തെ അറിയാവോ? അറിയാം, ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അവൻ നിന്നോട് കാണിക്കുന്ന ആ ഒരു അടുപ്പവും സോഫ്റ്റ് കോർണറും മനസ്സിലാക്കി. ഒരു കാര്യം കൂടെ, ഞാൻ ഒരു 2 ആഴ്ചത്തേന് ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് പോവുക. നീ കാരണം ഈ വീട്ടിലുള്ള ആർക്കും ആപത്ത് വന്നേക്കില്ല കേട്ടോ. എന്തുവാ, നീ എങ്കിൽ നേരത്തെ വന്നോ ഇന്ന്? അല്ല, എന്നെ മാനവ് വിളിച്ചു വരുത്തിയതാ. ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കത്തില്ല. എന്തിയാ കൊച്ച്, നീ എന്തെങ്കിലും ചെയ്തോ അതിനെ? ഞാനോ? ഞാൻ എന്ത് ചെയ്യാൻ? അല്ല, നീ 2 ആഴ്ചത്തേന് ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോവല്ലേ? ഒരു ദുർബല നിമിഷത്തിൽ നിനക്ക് എന്തെങ്കിലും ആ കൊച്ചിനെ ചെയ്യാൻ തോന്നിയാലോ? അങ്ങനെ തോന്നിയാൽ 10 മാസം കഴിയുമ്പോൾ അവരുടെ പേറും. അത്ര തന്നെ. മാറി നിൽക്ക്. കിട്ടിയില്ല, അതുകൊണ്ട് ചോദിച്ചു വാങ്ങിച്ചപ്പോൾ സമാധാനമായില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വേണ്ടെന്ന്. ഓ, ഈ കുരിപ്പ്. അബിഹേലെ, നീ എന്തായാലും പോകാൻ ഇറങ്ങിയതല്ലേ? നീ എന്തായാലും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് സംസാരിക്കാം. നീ ചെല്ല്. മഹിതേ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഫ്രിഡ്ജിനകത്തുനിന്ന് കുറച്ച് വെള്ളം വേണം. എടുത്തതാ. ഒരാഴ്ച ഇനി ഇതിനെ സഹിക്കണ്ടല്ലോ. വെള്ളം ഇനി ഏതാണോ? എന്താടി, വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ കണ്ണും വീശുണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയെന്ന് വെച്ച് ഇവിടെ നിന്ന് ചാടിപ്പോവാനൊന്നും പൊന്നുമുള്ള ശ്രമിക്കണ്ട കേട്ടോ. അത് നടക്കത്തില്ല. കേട്ടല്ലോ പറഞ്ഞത്? ഒരു പുച്ഛം. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഈ ഒരാഴ്ച നിനക്ക് മിസ് ചെയ്തിരിക്കാൻ നിനക്ക് എന്തെങ്കിലും വേണ്ടേ?
ചോര പിടിഞ്ഞല്ലോ. പണ്ടേ ഇതുപോലെ ഒരെണ്ണം നീ എനിക്ക് തന്നതല്ലേ. അഭിഹയിലിനൊന്നും കടം വെച്ചുള്ള ശീലമില്ല. അപ്പോൾ ഈ ചായം പോട്ടെ കേട്ടോടി.